ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ബാൽസമാണ് കേട്ടോ. നാടൻ ബാൽസത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ കട്ടിങ്സിന് ഡബിൾ കളറിന് 15 രൂപയായിരിക്കും കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത്. സിംഗിൾ കളറിന് 10 രൂപ റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിൽ ഇപ്പോൾ ഇത്ര കളർ മാത്രമാണ് ഫ്ലവറായി വന്നിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 20 കളറോളം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊന്നും പൂവിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൂവിട്ട കളേഴ്സ് മാത്രമാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ഇത് നമ്മുടെ കുഫിയ പ്ലാന്റ് ആണ് കേട്ടോ. കുഫിയയുടെ 3 വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളിലുണ്ട്. ഇതിൻ്റെയും കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കുമേ. ഇതൊക്കെ നല്ല ഒരു പ്ലസൻറ്റ് കളറാണ് കേട്ടോ. 2 കളറ് അപ്പുറവും ഇപ്പുറവും ഉണ്ട്. രണ്ടും 2 വെറൈറ്റിയാണ് കേട്ടോ. ഒന്നിൽ നമ്മുടെ ഉള്ളിലായിട്ട് സ്റ്റാർ ഷേപ്പിൽ ഡിസൈൻ വരുന്നതാണ് ഒന്ന്, മറ്റേത് നോർമൽ കളറാണ് കേട്ടോ. രണ്ടും തമ്മിൽ കളർ ചേഞ്ച് ഉണ്ട്. നമ്മുടെ നാടൻ ബാൽസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഒരുപാട് കളർ ഷെയ്ഡ് ഉണ്ട്. ലൈറ്റ്, ഡാർക്ക്, മീഡിയം കളർ, അങ്ങനെ ഒരുപാട് കളറായിട്ട് ഇപ്പോൾ വൈറ്റിൽ തന്നെ ലൈറ്റ് ഓറഞ്ച് ഉണ്ട്, ഡാർക്ക് ഓറഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിലായിട്ട് നിൽക്കുന്ന ഒരു ഓറഞ്ച്, പിന്നെ ഡാർക്കിൽ തന്നെ വൈറ്റ് വരുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ നാടൻ ബാൽസത്തിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 100-ൽ പരം കളേഴ്സ് ഉണ്ടാവും നമ്മുടെ നാടൻ ബാൽസത്തിൽ. അത് ഇങ്ങനെ അടുത്തടുത്തൊക്കെ നിന്ന് പോളിനേഷനൊക്കെ ചെയ്ത് തന്നെത്താനെ പുതിയ കളേഴ്സായിട്ട് വരാറുമുണ്ട് കേട്ടോ, ഗാർഡനിലൊക്കെ ഒത്തിരി നിൽക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നല്ല കളേഴ്സാണ് കേട്ടോ. നമ്മുടെ പീച്ചിൽ വൈറ്റൊക്കെ വരുന്നത്, ഇതൊക്കെ ഡാർക്ക് റെഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരിയും കളേഴ്സ് നമുക്ക് പൂക്കാനുണ്ട്. ഇത് ഡാർക്ക് ഓറഞ്ചിൽ വൈറ്റ് വരുന്നതാണ് അത് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡബിൾ പെറ്റൽസ് സെയിൽ ചെയ്യുന്നവരെ ഡബിൾ പെറ്റൽസ് എന്ന് ഹെഡിങ് കൊടുക്കുമെങ്കിലും അത് എക്സാക്റ്റായിട്ട് ഇതേപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ സെയിൽ ചെയ്യുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്നത് നാഗാലാൻഡ് ടൈപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഈ കട്ടിങ്സിനൊന്നും അത്യാവശ്യം വലിയ റേറ്റ് ഇല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. പറയുമ്പോൾ ഡബിൾ പെറ്റൽസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ മൊട്ടുകളൊക്കെ ഇങ്ങനെ പ്ലാന്റിൽ നിന്നിട്ട് താഴോട്ട് വീഴുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് ഒരു ഡാർക്ക് പർപ്പിൾ കളറിൻ്റെ ഫ്ലവർ ആയിരുന്നു കേട്ടോ. അത് പൊഴിഞ്ഞൊക്കെ പോയി. അതും നേരത്തെ കാണിച്ച പോലെ സിമിലർ ഫ്ലവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ്സൊക്കെ ഈ ഒരു തിക്നെസ്സിലായിരിക്കും വരുന്നത്. ഇവിടെ നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ കട്ടിങ്സിൻ്റെ തിക്നെസ്സൊക്കെ ഇതാണ്. നമ്മുടെ പ്ലാന്റ് മഴയാകുമ്പോഴാണ് ഒത്തിരിയും ചീഞ്ഞു പോകുന്നത്. അല്ലാത്ത സമയത്തിന്, അതായത് പകുതി മഴയും പകുതി വെയിലും ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ പ്ലാന്റ് വളരുവേ. ഒരു കെയറിങ്ങും വേണ്ടാതെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഗാർഡനിൽ പൂക്കൾ ഒരുപാട് വേണമെന്നുള്ളവർക്ക് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ നാടൻ ബാൽസം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ. ആയി വരുന്നേ ഉള്ളൂ. ഒത്തിരിയും കളേഴ്സൊന്നുമില്ല. പെട്ടെന്ന് ഈ മഴ വന്നപ്പോൾ കുറേ പ്ലാന്റ്സ് ചീത്തയായി പോയി.